ലോകത്തെ സാധാരണ വ്യക്തികളെ അസാധാരണ വ്യക്തികളാക്കി മാറ്റിയ ഒരു സ്കില്ലാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ പാഷൻ കണ്ടെത്തുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, എന്ത് കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോഴാണ് നമുക്കൊരു മനസ്സുഖം കിട്ടുന്നത്, അവിടെ തുടങ്ങുന്നു നമ്മുടെ പാഷൻ. നമ്മുടെ പാഷന്റെ തുടക്കം. കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണോ ആഗ്രഹിക്കുന്നത്, ഒരു അധ്യാപകനാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യം ചെയ്യാനാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്, അതിനൊരു താല്പര്യം എങ്ങനെയാണ്, അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഒരു സന്തോഷം കിട്ടുന്നത്, ആ കാര്യത്തെ മുറുകെ പിടിക്കുകയും അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നമ്മളെ ഉള്ളിലുള്ള സ്കില്ലായിട്ടുള്ള പാഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. അത് തുടങ്ങിയാൽ തന്നെ നമ്മൾ പകുതി സമയം പിന്നിട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ പാഷനും സ്കില്ലും കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, കാട്ടിക്കൂട്ടുന്നു. ഈ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന എന്ത് കാര്യങ്ങളും ഒരിക്കലും നമ്മുടെ ഇൻബോൺ ഗ്രോത്തിനെ ഒരിക്കലും വളർത്തുകയില്ല. മറ്റുള്ളവർ വിജയിക്കും. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും കണ്ടാൽ എനിക്കൊരു ഷെയിം തോന്നുമോ, പിന്നെ ഞാൻ വീഡിയോ ഇട്ടാൽ പരിഹസിക്കുമോ, ഇത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആൾക്കും ഒരിക്കലും ജീവിതം രണ്ടാം ഘട്ടത്തിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. കാരണം നമ്മളെ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിജയിക്കാനുള്ള ഏറ്റവും നമ്പർ 1 ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കലാണ്. നമ്മളെ കുറിച്ചിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ലോകം തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഉണ്ടാവും. ഇത് നമ്മളെ കുറിച്ചിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എല്ലാതും ഫിയർ ആയിട്ട് തോന്നുക. നമുക്ക് ഒരു സ്റ്റേജിൽ കയറാൻ പറ്റുകയില്ല, നമുക്ക് ഇതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റുകയില്ല, ഒക്കെ നമുക്ക് ഫിയർ ആണ്. മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കും, ഇന്നിപ്പോൾ എൻ്റെ ഇമേജ് നഷ്ടപ്പെടുമോ, ഇങ്ങനെ ചിന്ത വെച്ച ആൾക്കാർ ആരും അവരെ കഴിവുകൾ അങ്ങനെ ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളൂ. ഒരിക്കലും അവര് ഒരു രണ്ടാം ഘട്ടത്തിലേക്കോ മൂന്നാം ഘട്ടത്തിലേക്കോ സ്കെയിലപ്പ് ആവുകയുമില്ല, വളരുകയുമില്ല. അവരുടെ വളർച്ച അവിടെ അവസാനിക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മുടെ ഇൻബോൺ കഴിവുകൾ അത് എന്താണെങ്കിലും അതൊരു പാഷനാക്കി എടുക്കുക. പാഷനാക്കി എടുക്കുന്നത് മാത്രമല്ല, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. നമുക്കൊരു പാഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നൊരു കാര്യമില്ല. അതിനു വേണ്ടി കൺസിസ്റ്റ് ആയിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള പാഷനെ വളർത്തുകയും അത് സമൂഹത്തിന് നന്മയായി മാറുകയും അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നതാണ് നമ്മുടെ ലോകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം.